നോക്കിട്ടെത്ത കാര്യം അതിന് ജോലി ചെയ്യാൻ ഞാൻ എത്ര കാലായി പൂതിക്കണെന്ന് അറിയാൻ പാവം എന്നാ ജി ജോലി തന്നെ എടുത്തോ. എനിക്കറിയാം നല്ല രസമാണ് കുഞ്ഞപ്പൂ വെള്ളച്ചാട്ടം. ഞങ്ങൾ എല്ലാരും പോയി. ആണോ? അതിന് എന്റെ പറ്റി മാത്രം എന്നെ ഒടുക്കും കൊണ്ടുപോയില്ല. ഞാനത് ഗ്യാസ് തോന്നുന്നു ഭയങ്കര വേദന. ഞാൻ കൊമ്പങ്കാട്ട് ജനിച്ചു പോയില്ലേ, ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ. ഞാൻ പൂരത്തിന് പോയപ്പോ വാങ്ങിയൊരു വിമാനം ഉണ്ടായ്മ മേടിച്ച് എന്തേ ജോലി എടുത്താൽ അതേ നടക്കുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ മര്യാദ പെരി കയറാതെ ഇവിടെ വന്ന് കുത്തിറക്കണേ. വേണേ ചെലപ്പം പോയിക്കോ പട്ട 16-ാം തീയതി വരെ ഉള്ളൂ. അതിന് എന്റെ പറ്റി എന്നെ തോട്ടിക്കൊക്കെ കൊണ്ടുപോയിക്കണോ? നിങ്ങളാരും തോട് കണ്ടിട്ടില്ലല്ലോ. അത്ര കുറെ കുറ്റി നട്ടാളി മറ്റേ ചെയ്യാൻ തമാസ വലിയമാനെ വറ്റുന്നോക്ക് നിൽക്കാൻ വേണ്ടി ഉലുവ കാച്ച വെള്ളാണിത്. നിങ്ങൾ തൊണ്ടി തട്ടത് അങ്ങ് കുടിച്ചൂടി. പോയിക്കട്ടാ. എനിക്ക് വിമാനത്തിലല്ലേ ജോലി വേണ്ടേ? അതിന്റെ പറ്റി കച്ച അതാ വരുന്നു എന്റെ പറ്റി. ഓ സൈനബാ ഉത്സവറിയാതെ വീട്ടിക്ക് നീ വാ. പോവല്ലേ പോത്തുവോ? ചോറിട്ടാളെ വയ്യ എനിക്കറിയാം. ഓണമ്മായിമ മരിച്ച തലയിൽ നാട്ടിൽ മൊത്തം പലാലകളോട് പറഞ്ഞു. ഇന്നോടോട് പറഞ്ഞില്ല. കോട്ടക്കലത്തെ വെള്ളച്ചാട്ടം കാണാൻ എന്റെ പച്ചിനെ കൊണ്ടുപോകും. ഇപ്പൊ തന്നെ കൊണ്ടുപോകും. പിന്നെന്താ ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കണേ? ഉത്സവ ചായയും ചോറൊക്കെ എന്താ അങ്ങോട്ട് പോട്ടെ. ചെയ്ത്താൻ കരുതാ തോന്നുന്നുണ്ട്. നിങ്ങാട് വലിയ ചെയ്ത്താനോ? നിങ്ങളല്ലേ ചെയ്ത്താമാരെ നേതാവേ. ചക്രവർത്തിക്ക് പഠിപ്പാൻ തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ലേ കൊന്നൂന്നറിയ അതാ മറ്റോട്ട് വർത്താനം പോടി കൊടുന്നേ. പിന്നെ കെട്ടിക്കൊടുന്നാലും ഇതേ മക്കൾക്ക് തല്ലാൻ പൂതിണ്ട്. പക്ഷെ കെട്ടിയോനായി പോയില്ലേ. അവന്റെ ഒടുക്കത്തൊരു കുടിച്ചാല് ഇതൊരു ഒറ്റ ഒരുത്തനെ നാസാക്കുണ്ട്. എവിടെയാണോ തെറ്റിപ്പോയി കെച്ചൊന്ന് കാണണല്ലോ. കുഞ്ഞപ്പോ അനക്കെന്താ തിന്നാനും കുടിച്ചാലും വേണ്ട. നേരം എനിക്കുണ്ട് അമ്മായിമ. ഇന്നോ നാളെ വെച്ചിട്ട് അതും മരിച്ചു. ഞാൻ ഓളൊന്നും അറിയില്ല. 2 പച്ചകൾ ചോദിച്ചപ്പോ പണ്ടാരും മൈമീന്റെ കയ്യിലുണ്ട് വേറെ. എനിക്ക് മുട്ടായി കൊടുന്നില്ല. ഇവിടെ മനുഷ്യനുള്ള ചതഞ്ഞു. ഈ മോൾക്ക് വിമാനത്തിന് ജോലി വേണമല്ലോ. അതുകൊണ്ട് തിരുമ്പിക്കളാ. ഞാൻ പോയിട്ട് വരട്ടോ. ഓളൊരു പത്രാസേ ഒക്കെ മൂടി വിളിക്കാൻ അങ്ങോട്ട് സ്കൂൾക്ക് അതെ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്ന ഒന്നുമില്ലേ? വാരി അടിക്കാതെ വേഗം അലക്കടോ. കൊമ്പക്കാടുത്തെ പെൺകുട്ടികളൊന്നും നിലം മുട്ട ഒരു പണിക്കും പോകാൻ പാടില്ല. എനിക്കറിയാം എന്നെ വിടൂലെന്ന്. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഈ പെന്റെ ഒത്ത് ഇങ്ങനെ നിക്കല്ലേ. ചെപ്പൊക്കെ നോക്കി കൊടുത്തപ്പോഴല്ലേ JCB കോരിണമാർക്ക് ചോറിനൊക്കെ കോരിട്ടത്. ചെമ്പ് കുറച്ച് ചെറുതായി പോയി, കുറച്ച് വലുതെടുത്താൽ മതി. അങ്ങനെ നോക്ക് കുറച്ച് പണി. വെള്ളച്ചാട്ടം കാണാൻ പോയി കോട്ടക്കൊക്കെ. അപ്പൊ വെള്ളച്ചാട്ടം കാണാനല്ലേ അന്ന് നാളെ തോട്ടിക്കൊണ്ടായത്? തോട്ടത്തെ വെള്ളല്ല, ഇതിപ്പിച്ചാൻ അങ്ങോട്ട് പോയാ മതി. ബാക്കിയുള്ളവർക്ക് അവിടെ പണി. അതുവാ തിരുമ്പിക്കളാ. അല്ലമ്മ ഞാൻ എന്താ ഇവിടുത്തെ പാർപ്പിയെത്തിയ ഓൾ ഇന്നപ്പോ തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? അടുത്ത പണി എനിക്ക് പഠിച്ചാൻ പൂതിയായിട്ടല്ലേ ഞങ്ങളോട് ഇങ്ങനെ പറയണതേ. മരിയോളല്ലേ ഓക്ക് ഓളെ ഡ്രസ് അങ്ങനെ തിരുമ്പിക്കൂടെ? ഓളെ എന്റെ പോലല്ല, ഓൾക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ട്. ആയി ശരി, കെട്ടിക്കൊന്ന് പെൺകുട്ടികളെ ഇത്ര പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരുന്നുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? മനുഷ്യന്മാരുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടാണ് കോട്ടക്കല് നടക്കണേ. അതൊക്കെ കുഞ്ഞപ്പോ വെക്കേഷൻ കയ്യോളം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അല്ല പോയാക്ക 16-ാം തീയതി വരെ ഉണ്ട്. ചോർക്ക് കൂടി കൂടി വരാളോടി. പാത്ത അന്നും ചോർക്കാണ് ഇന്നും ചോർക്കാണ്. അതുകൊണ്ട് ശുക്രൻ ഇംഗ്ലീഷ് കൊറേ സംസാരിക്കേണ്ടി വരുന്നേ. അതിന് പഠിച്ചാ പോരെ. ആരപ്പാ നിക്കണ്ടേ? ാണ് 18-ാം വയസ്സിൽ പഠിപ്പ് നിർത്തിയത് ആരാ? നിങ്ങളല്ലേ? വന്ന് മാർക്കല്ലേ ഓള് വന്നത്. ഓള് വരുമ്പോഴേ ഒരു മുറന്നത്ത് സ്വർണം കൊണ്ടാ വന്നത്. ഞാൻ പിന്നെ ആട്ടിങ്ങാട്ട് ഉണക്കിയതല്ലേ കൊടുന്നത്. ഞാനും കൊടുത്തു. പണിയൊക്കെ എനിക്ക് തീറ്റവനും പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ. നിന്ന് അലക്ക്. രണ്ട് വിമാനത്തെ കാലിട്ടിട്ട് കൊല്ലണേ. മോൾട്ടി അതിനൊക്കെ കൊറേ ദൂരത്ത് പോയി പഠിച്ചണം. അതാണ് പറ്റി വിടാത്തത്.
തൽക്കാലം പെച്ചിന്റെ വന്ന് കാണാൻ വല്ലതും തിന്നേ. പറ്റൂല, ഞാൻ ആ വെള്ളച്ചാട്ടം തിന്നാലേ കാണുള്ളൂ. വെള്ളച്ചാട്ടം തിന്നേ, അല്ലാതെ കണ്ടാലേ തിന്നുള്ളൂ. എന്നാ ഞാൻ ഒന്നും നോക്കണ്ട, കോട്ടക്കലുള്ള എക്സ്പോ കാട്ടി തന്നെയാണ്. ആർക്കറിയാം, ചെമ്പാണോ മുക്കണടുത്ത് കുറെ പൂത്ത സാധനം കൊണ്ടു വലിയ കാര്യമായി പോയി. എന്ത് തേങ്ങയാലും വേണ്ടിയില്ല, ഓൾ തിന്ന പാത്രം കൂടി ഓള് കേൾക്കൂല. ഞാൻ ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഇത് തന്നെ ഉണ്ട്. നമ്മൾ അയൽവാസി അവന് പഠിപ്പിക്കണ അക്കാദമി പോയി പഠിച്ചാ മതി. ഞാൻ ഡിഗ്രി കഴിഞ്ഞോണ്ട് എനിക്ക് ഒരു കൊല്ലം കൊണ്ട് ജോലി കിട്ടും. അല്ലെന്ന് എനിക്ക് വിമാനത്തിൽ പണിട്ടാണാവോ കല്യാണം കഴിച്ചത് അന്നെ കണ്ട പട്ടി കഞ്ഞുടിച്ചോ ചിലക്കാതെ പോടാ ഒന്നേ. എന്നിട്ട് ബാക്കി പരിപാടിയുള്ളൂ. കണ്ടില്ലേ, ഇന്റെ പച്ചിന്നെ കൊണ്ടോവും. അന്നെ ഞങ്ങൾ കൊണ്ടുവരാത്ത എന്തായാലും ജിട്ടാ പൊട്ടി മാറിയാണ്. ഞാനത്തെ മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ചോറും കറിയും കൂട്ടാനും മൂക്കറ്റം നിന്നിക്കാണ് ഉസുറും മുളിക്കാതെ കിടന്നുറങ്ങോള്. അതിനെറ്റു ഓളാ എന്റെ നാവിന്റെ ഒരു നീട്ടം. 3 നേരം തിന്നു ഇവിടുന്ന്. ഞാൻ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ടിക്കറ്റ് എടുത്താൽ തന്നെ വിമാനത്തിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കിയിട്ട് വേണം. അതാ വിമാനം ആരാ ബൈക്കൊക്കെ കൊണ്ടിട്ട് മോട്ടി പോവാ. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട് പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കിൽ ഞാൻ കാണൂല, അതല്ല പ്രശ്നം. പോയില്ലേ, പോയോ? എവിടെ ഇപ്പൊ നോക്കി വെള്ളച്ചാട്ടം ഇവിടെ അല്ല, അതിനുള്ളിലാണ് നടക്കാണ്ട്. അതുവരെ പണിയെടുത്തിട്ട് ഇവിടെ തിന്നുന്നത്, അല്ലാതെ ഓസിക്കല്ല. ഇതാണോ വീട്? അല്ല ക്ഷമിയേ, ആരാ ഇതാണ് എന്റെ മോൾട്ടിക്ക് വിമാനത്തിൽ ജോലി ചെയ്യാൻ വലിയൊരു താല്പര്യം. അതിപ്പോ എന്റെ അവിടെ വന്നാൽ നടക്കുവോ? അല്ല, നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമ്പക്കാട്ടേക്ക് അതിന് അഭിമാനാണ്. അതിനെന്താ പോയൊക്കെ നടക്കാണ്ട്? ഈ ചെമ്പിലുള്ള ചോറ് കണ്ടിട്ട് ഈ ചെമ്പൊടക്ക തിന്നും കുരിപ്പ്. അതിന്റെ സമൂസ വെച്ചിട്ട് പന്നിപ്പടക്കം തിന്ന അബുജായാണത്. ബാക്ക് കൂടെ പോ. അതിനെ കുറിച്ച് പെച്ചക്കൊന്ന് പറഞ്ഞു കൊടുത്ത ചെയ്യും. ഞാൻ പറയാം നടക്കൊന്ന്. കോയക്ക, വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷന്റെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. 17 വർഷം. വേറെ കാര്യം വലിയ പടാ ക്ഷമി എന്റെ പനി സ്വരം ഒന്ന് പറഞ്ഞോ എനിക്ക് എനിക്ക് പോർന്നേ. Very stupid family. I'm living here. സർ, പറ്റില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? So Mr. Sridharan, did you expect the state presidency? അങ്ങോട്ട് കോട്ടക്കല് വിശപ്പോ? അതിന് വിശക്കുണ്ടോ? കോട്ടക്കൽ എക്സ്പോ എന്നാണ്. ആണോ? ഇത്ര ചൊറുക്കുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞാപ്പോ നോ 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 നോ. Sir, please sir. കണ്ട ആണുങ്ങളൊക്കെ പേരെ കൊണ്ട് പരിപാടി നിർത്തിക്കും ഞാന്. തള്ളേ, മര്യാദയ്ക്ക് ഇരുന്നോളൂ നിങ്ങളെ. സാറിന് വിളിച്ചിട്ട് Pardon? I mean, did you expect this? ഈ രംഗത്ത് പരിചയമുള്ള സ്ഥാപനമാണത്. മോൾട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടും. ഞാൻ പറഞ്ഞിരങ്ങളോട്. ഞാൻ അപ്പൊ അതറിയോ? നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പൊ അതാ നല്ലത്. നീ കൂട്ടി ഒന്ന് വരണം. ലബിബനായിട്ട് ഞാനും. ഇപ്പച്ചിന്റെ കുട്ടിയായി നല്ല തിരക്കാണ്. അജ്ജ് വിട്ട് പോകരുത് കേട്ടോ. പറയാനേ ഇനി വേണത്തെ വൃത്തി നടക്കില്ല നിങ്ങളെ. പിന്നെ നിങ്ങളെ വേലക്കാരായിട്ടല്ലേ കാണുള്ളൂ. ഞാൻ തള്ളങ്ങനെ തിരക്കണ മാറി എന്നോട് തിരക്കാൻ നിൽക്കണേട്ടാ. പറയില്ലേ ഓളെയും കൂടി ഇപ്പൊ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വാ. ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് പറഞ്ഞു തരും. നിങ്ങൾ വരുമ്പോ കുഞ്ഞാപ്പൂനെ കൂട്ടിക്കോളിയും. ഓൻ +2 കഴിഞ്ഞ് നിക്കല്ലേ, ഓനും വേണം. കാക്കേ കോഴിക്കുട്ടികളെ കൊണ്ടുപോകണം. എനിക്ക് ഇന്റെ ചെമ്പത പോണ മക്കളെ. ഇപ്പച്ചേ, അവിടെ ഫുള്ള് കളറില് വെള്ളമാണ്. ഇപ്പച്ചി കൈവിട്ട് പോരുത് കേട്ടോ. അങ്ങോട്ട് നോക്കി. എന്താ പറ്റി? നിങ്ങളെ പൊന്നാര മരോളെ ഓളെ ഇപ്പൊ എന്തായി? ഇന്നൊരു വേറെ എയർപോർട്ട് കോഴ്സ് പഠിക്കാമല്ലോ. എന്നായിക്കോട്ടെ. ശരി, എന്നാല് മോൾട്ടി എപ്പ തന്നെ പോയി നോക്കാം. കൊമ്പങ്കാട്ടിയൊരു മുഴുവൻ എയർപോർട്ടിലായിക്കോട്ടെ ജോലി. കുഞ്ഞാപ്പോ പോയോ? എവിടെ എവിടെ പോയി കുഞ്ഞാപ്പോ? പൊന്നും പട്ട നോക്കി കെട്ടിക്കൊണ്ടാണ് കിട്ടാതെ കിട്ടിയപ്പോ സമാധാനായില്ലേ? എണീക്കുമ്മ, എണീക്കൂടി അങ്ങോട്ട്. നിങ്ങൾക്കും ഇല്ലൊരു മോളെ. ഓക്കണ ഈ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കോ? കുഞ്ഞാപ്പോ എത്താ ഇത്? പൈസ കൊണ്ടാണ് നിങ്ങൾ മരക്കളെ രണ്ടായിട്ട് കാണരുത്. നമ്മൾ പരസ്പരം അമ്മായിമ്മ എനിക്ക് ഉമ്മ ആയിട്ടോ നിങ്ങൾക്ക് മരോള് മോളായിട്ട് നിന്നാല് തീരാവണ പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ളൂ. പടച്ച തമ്പുരാനെ, അതിന്റെ മോൾ കയറി കളിച്ചേ. കുഞ്ഞാപ്പോ ചങ്ങള് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കോട്ടക്കൽ എക്സ്പോയിലാണ്. ലോകത്ത്